പിന്നെ പിന്നെ വേറെ സംഭവം എടുത്തു പറയണെന്ന് പറഞ്ഞാൽ ഈ സാൻജോ മാഞ്ചസ്റ്ററിൽ നിന്ന് പോയില്ല, അതിനെ പറ്റി എന്താ പറയാ എനിക്ക്? സാൻജോനെ പോലുള്ള യങ് പ്ലെയർ, ഒരു ഭാവി ഏറ്റവും ഇപ്പൊ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു പ്ലെയർ ആയിരുന്നു സാൻജോ. യങ് പ്ലേയേഴ്സിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആയിരുന്നു സാൻജോ. അപ്പൊ സാൻജോ ടീം വിട്ട് പോയതിന് കാരണം ടെൻഹാഗിന്റെ ആ മൊട്ടത്തല, നേരത്തെ പറഞ്ഞ പോലെ മൊട്ടത്തലേന്റെ ഓരോ ഡിസിഷൻസും അതുപോലെ യുണൈറ്റഡിന്റെ മാനേജ്മെന്റായിട്ട് പൊരുത്തപ്പെട്ട് പോകാൻ പറ്റാത്ത രീതിയിലായതുകൊണ്ടാണ് സാൻജോ ടീം വിട്ടത്. എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. ഒട്ടും കംഫർട്ടബിൾ ആയിരുന്നു സാൻജോനെ പോലത്തെ പ്ലെയർ യുണൈറ്റഡിൽ. അപ്പൊ അങ്ങനെ നല്ല നല്ല പ്ലേയേഴ്സിനെ ഒക്കെ നാണം കെടുത്തി വിടുക, അല്ലെങ്കിൽ ലെജൻഡറി പ്ലേയേഴ്സിനൊക്കെ അവർക്ക് വേണ്ട പരിഗണന, റെസ്പെക്ട് കൊടുക്കാതിരിക്കുക, ഇതൊക്കെ യുണൈറ്റഡിന്റെ മാനേജ്മെന്റ് ഇപ്പൊ ചെയ്യണത്. റെഡ് ഡെവിൾസ് ഒരു പീക്ക് ടൈമിൽ നിന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ ടൈമിൽ മാനേജ്മെന്റ് ആയാലും ഏത് വഴിക്ക് നോക്കി കഴിഞ്ഞാലും ഏറ്റവും ബെസ്റ്റിൽ ബെസ്റ്റ് ആയി നിന്നൊരു ടൈം ഉണ്ടായിരുന്നു. ആ ടൈമൊക്കെ ഇട്ടിപ്പോ കച്ചറയേക്കാളും കച്ചറായിട്ട് ആണ് മാനേജ്മെന്റും പിന്നെ ഈ മൊട്ടത്തലേനും കൂട്ട് എല്ലാ കാര്യങ്ങളും കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതിനൊക്കെ ഒരു അന്ത്യം ഉടൻ വേണം, എന്നാലാണ് യുണൈറ്റഡിന് ഇനിയൊരു പ്രതാപകാലം ഉണ്ടാവുള്ളൂ. ഇപ്പൊ സാൻജോന്റെ കാര്യം പറയുമ്പോൾ സാൻജോ ഇപ്പൊ ഡോട്ട്മുണ്ടിലേക്ക് പോയത് ഏറ്റവും നല്ല തീരുമാനം ഞാൻ പറയുള്ളൂ. കാരണം നേരത്തെ പറഞ്ഞാൽ ഈ മൊട്ടത്തലേന്റെ കീഴിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കളിക്കാൻ ടൈമും കിട്ടൂല, എന്നുള്ള ടൈമാണെങ്കിൽ ഓനെ എടുത്ത് എന്താ പറയുക ഊമ്പിക്കുകയും ഡിസിപ്ലിൻ ഇല്ലാത്ത തേങ്ങ ഇല്ലാതെ ഓരോ ഇല്ലാത്ത കാരണങ്ങൾ ഉണ്ടാക്കിയിട്ട് ഓൻ ഇതാക്കുകയും ചെയ്യും. നേരെ മറിച്ച് ഡോട്ട്മുണ്ടിൽ പറഞ്ഞാൽ ഒന്നാമത് യുണൈറ്റഡിൽ പറഞ്ഞാൽ അത്രയും പ്രഷറാണ്. ഓരോ മാച്ച് കഴിയുമ്പോഴും അടുത്ത മാച്ചിൽ കാരണം അത്രയും വലിയ പ്രഷർ. ആ ഒരു പ്രഷർ സിറ്റുവേഷനിൽ സാൻജോന് ചിലപ്പോൾ കളിച്ചോളണമെന്നില്ല, കളിക്കാൻ നല്ലപോലെ കളിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. നേരെ മറിച്ച് ഡോട്ട്മുണ്ടിൽ അങ്ങനെയല്ല. ഡോട്ട്മുണ്ടിൽ എല്ലാ പ്ലേയേഴ്സും, നമ്മൾ ഡോട്ട്മുണ്ടിൽ സ്ഥിരം ശ്രദ്ധിക്കുന്ന സംഭവമാണ്, അത്രയും ഫ്രീ ആയിട്ട് പ്ലേയേഴ്സ് കളിക്കുക. അവർ തമ്മിൽ ലിങ്കും അവർ തമ്മിൽ കെമിസ്ട്രി ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ബിൽഡ് ചെയ്യപ്പെടും. ഇപ്പൊ ഏത് കോച്ച് വന്നാലും ഏതൊരു ഇത് വന്നാലും ആ ഒരു ഡോട്ട്മുണ്ടിന്റെ അറ്റ്മോസ്ഫിയറിന് അങ്ങനെ തന്നെയാണ്. ഡോട്ട്മുണ്ട് ടീമിന്റെ അറ്റ്മോസ്ഫിയറിന് അങ്ങനെ തന്നെ. നമ്മൾ ഏതൊരു ടീം പ്ലെയറിനെ അവിടെ കൊണ്ടിട്ടാലും ആ പ്ലെയറിന്റെ ട്രൂ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ മാക്സിമം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഡോട്ട്മുണ്ട് എന്ന് പറഞ്ഞ ടീമിൽ. കാരണം അവിടെ പ്രഷർ കുറവാണ്. അതേപോലെ തന്നെ എന്താണ് പറയുക, അത്രയും എല്ലാ പ്ലേയേഴ്സിനും അനുയോജ്യമായിട്ടുള്ള സിസ്റ്റമാണ് ഈ ഒരു ഡോട്ട്മുണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത്.